2000 സ്ക്വയർ ഫീറ്റിൽ 4.5 സെൻറ്റിൽ ഒരു അടിപൊളി വീട്. പാർക്കിംഗ് തന്നെ 3 അവൈലബിൾ ആണ്, അതും കാറ്. അപ്പോൾ അങ്ങനെ ഒരു വീട് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ നിന്നും അധികം ദൂരമല്ലാതെ കിൻഫ്ര പാർക്കിനടുത്തായി കാട്ടായിക്കോണം ജംഗ്ഷനടുത്ത് ഒരു അടിപൊളി വീട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വീട് വളരെ മനോഹരമായിട്ട് ഒരുപാട് ലൈവ് വർക്കുകൾ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള വീടാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കാൻഡിലീവറിൽ കൊടുത്തിട്ടുള്ള കാർ പോർച്ച് ആയതിനാൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷനകത്ത് വലിയ ബെൻസോ അല്ലെങ്കിൽ കാർണിവലോ അല്ലെങ്കിൽ നമുക്കൊരു ഇന്നോവയോ ഫോർച്യൂണറോ ഒക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്കൊരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രെറ്റയോ ഒക്കെ കയറാനായിട്ടുള്ള സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രാസിൽ നമുക്കിവിടെ ഒരു പോർഷൻ ഫ്രണ്ടിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഗ്രാസ് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെൻഡിങ് ആണ്, ഇപ്പോൾ ഉടനെ തന്നെ അതെല്ലാം ചെയ്യുന്നതാണ്. സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷനിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്തേക്ക്. ഇതൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് വീടുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള വീടുകളായതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു വീടുകൾ സെയിൽ ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇതൊരു സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഇവിടെ ഒരു കസേര ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കഷ്ടിച്ചാണെങ്കിൽ 2 കസേര ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഡബിൾ ഡോർ ഭയങ്കര ഇഷ്ടമാണല്ലേ, എങ്കിൽ പ്ലാവിൽ തീർത്തിട്ടുള്ള ഒരു ഡബിൾ ഡോറാണ് നമുക്കിവിടെ കാണുന്നത്. വളരെ വലിപ്പമുള്ളൊരു ഡബിൾ ഡോറാണ്. 3x2 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3:2 എന്ന് പറയുമ്പോൾ തന്നെ ഇത് വലിയൊരു പാളിയും ഇതൊരു ചെറിയ പാളിയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഭംഗിയുള്ളൊരു സംഭവമാണ്. ഇവിടുത്തെ ആക്ച്വലി ഫ്ലോറിങ്ങിൻ്റെയൊക്കെ വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിട്ട് കയറിയത്. അപ്പോൾ ഇവിടുത്തെ ലിവിങ് സ്പേസ് നോക്കിയേ, നീളമുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. എന്നാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്ക് കാണാം. ഫ്ലോറിംഗ് വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്ന ജിപ്സം വർക്ക്, റൂഫിംഗ് വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്ന ജിപ്സം വർക്കാണ്. ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 5x2 സൈസിൽ വരുന്ന വലിയൊരു ടൈല്, വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ 4x2 ടൈലിൻ്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വലിയ വലിയ ടൈലുകൾ വരുമ്പോഴാണ് ആ വീടിൻ്റെ ഭംഗി കൂടുന്നത് കേട്ടോ. ഇത് ലിവിങ് സ്പേസ് മാത്രമാണ് ഈ ഒരു പോർഷൻ കാണുന്നത്. ഈ ഒരു TV യൂണിറ്റിൽ നമുക്കൊരു 80 ഇഞ്ചോ 85 ഇഞ്ചോ TV വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. LGയുടെയൊക്കെ 77 ഇഞ്ചിൻ്റെയൊക്കെ TV കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ വീട് വയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു ലിവിങ് സ്പേസ് അങ്ങ് കവറായിരിക്കും. നല്ല രസത്തിൽ ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കും സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഇതൊരു ഹോം തിയേറ്റർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള നമുക്കൊരു ക്ലോസർ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ടെലിസ്കോപ്പ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്തൊരു ഹോം തിയേറ്റർ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ലൂക്കറിൻ്റെ ഫാന് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ലിവിങ്ങിൽ നിന്ന് നേരെ തിരിയുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നമുക്കൊരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഇവിടുത്തെ ഈ ഒരു ചുമര് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഇതൊരു വേറൊരു ടൈപ്പ് ചുമരാണ് കേട്ടോ. ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റ് പോലെയാണ് കേട്ടോ. ഇത് സ്റ്റിക്കറിങ് ആണെന്ന് തോന്നുന്നു, വാൾ സ്റ്റിക്കറിങ് ആണെന്ന് തോന്നുന്നു. നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ജിപ്സം വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ലൈറ്റിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സ്ട്രിപ്പ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നീറ്റായിട്ടാണ് ഈ ഒരു ഭംഗിയുള്ള ഒരു റൂഫിംഗ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിഫൈഡ് ടൈൽ തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഉണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മിററിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്ന ഒരു പോർഷനാണ്. അതുപോലെ ഇൻവെർട്ടറൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളും ചെയ്യുന്ന പോലെ സ്റ്റെപ്പിൻ്റെ അടിയിലാണ് ആ ഒരു സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി താഴെ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സ്പേസിലാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂമാണ്, വിശാലമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇനി എപ്പോക്സി വർക്കുകൾ കാര്യങ്ങൾ എല്ലാ ഫ്ലോറിങ്ങിലും ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 3 പാളികളുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് കാണാം. സൈഡ് മിറർ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. നേരെ കയറുന്നത് ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ മനോഹരമായിട്ട് സ്പേഷ്യസ് ആയിട്ട് രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നേരത്തെ കണ്ട പോലെ സെയിം ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂമാണ്. ഏകദേശം നമുക്കിവിടെ 12x12 സൈസിൽ വരുന്ന ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 പാളികളുള്ള ജനൽ കാണാനായിട്ട്, 3 പാളികളുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നേരെ ഈ ഒരു ബെഡ്റൂമിലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ഈ ഒരു സ്പേസിലാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ലൈറ്റിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജക്വർ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കാണാം. സെറയുടെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത് കാണാം. നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെയും വാർഡ്രോബിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് മിറർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പോർഷനിലാണ്. എന്നാൽ ഫുൾ മിറർ അല്ല വന്നിരിക്കുന്നത്, ഒരു സൈഡ് പോർഷനിലായിട്ടുള്ള മിററാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ സംഭവം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്ന പ്ലാവിലും ബാക്കിയുള്ള എല്ലാ ഡോറുകളും കൊടുത്തിരിക്കുന്ന ആഞ്ഞിലും മഹാഗണിയിലുമാണ്.
ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ സ്പേസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ തൊട്ട് ബാക്ക് വശത്തായിട്ട് തന്നെ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറിൽ, ഇളം ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇവിടുത്തെ ഈ ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഈ കിച്ചൺ തുറന്നു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എഴുതിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും ഈ ഒരു സ്റ്റോറേജ് സ്പേസുകളെല്ലാം സോഫ്റ്റ് ക്ലോസിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗ്ലെന്നിൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നത് കാണാം. വേവ് മോഷനിൽ വർക്ക് ചെയ്യുന്ന ചിമ്മിനിയാണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പുറകുവശത്തുള്ള സ്പേസ്. നമുക്ക് ഫിഷോ ചിക്കനോ ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പുറകുവശത്തുള്ള സ്പേസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ മെയിനായിട്ട് കിണറാണ് എല്ലാ വീടുകളിലും, അതുപോലെ വാട്ടർ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇതും, അതായത് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ തുണി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തുണിക്കല്ലാണ്. സംഭവങ്ങൾ കാണാം. ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. നമുക്ക് മുകളിലത്തെ നില എങ്ങനെയാണെന്ന് നോക്കാം. മുകളിലേക്ക് കയറുന്നത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന പടികളാണ്. അതിൽ ഗ്രാനൈറ്റ് ആണ് ത്രെഡായിട്ട് കൊടുത്തിരിക്കുന്നത്. റൈസർ ടൈലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടുത്തെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പം ഈ ഒരു സൈഡിൽ പെർഗോള കൊടുത്തിട്ടുള്ളത് കാണാം. ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ള പെർഗോളയാണ് കാണുന്നത്. അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ റൂഫിംഗ് കൊടുത്തിരിക്കുന്നതെല്ലാം ജിപ്സം വർക്കിലാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടുത്തെ റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും വലിയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ കണ്ട ലിവിങ് സ്പേസ് മുഴുവനായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി അങ്ങനെയല്ല ഇവർ ടി വി ആണ് വെക്കുന്നതെങ്കിൽ ടി വി സ്പേസ് ആയിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും 2 ബെഡ്റൂമാണ്. മുകളിലാണ് 2 ബെഡ്റൂം ഉള്ളത്, താഴെ 2 ബെഡ്റൂം, അങ്ങനെ ആകെ മൊത്തം 4 ബെഡ്റൂം. പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x12 സൈസ് തന്നെയാണ്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണാം. ഫിറ്റിങ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറയുടെയൊക്കെ ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇനി ആ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരുന്നത് നമ്മളെ വീടിൻ്റെ ഫേസ് ചെയ്ത് വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ജഗ്വർ, സെറ ഒക്കെയാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ്. അതുപോലെ ഈ ഒരു സ്പേസിലും അത്യാവശ്യം നമുക്കൊരു കിങ് സൈസ് ബെഡൊക്കെ ഇടാൻ പറ്റുന്ന സ്പേസാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഏരിയ. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിനായിട്ടുള്ള സ്ഥലം ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. മുകളിലേക്ക് ടെറസിൻ്റെ പടികൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന പടികളാണ്. നല്ല മനോഹരമായിട്ട് ചുടുകട്ടയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കരിങ്കൽ, നമ്മുടെ 6 ഇഞ്ച് കട്ടയിലാണ്, അതായത് സിമെൻറ്റ് നിറകല്ലിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ ആണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു വീട് മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. ആസ്കിങ് റേറ്റ് ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. കുറച്ചും കൂടെ വീടിന് അടുത്തായിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് മുകളിൽ കയറിയ റോഡാണ്, ആ കാണുന്നത് റോഡാണ്. നമുക്ക് കാട്ടായിക്കുളം ജംഗ്ഷനിൽ നിന്ന് 800 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോകുന്ന ചെങ്കോട്ടോണത്തിലേക്കാണ്. അപ്പോൾ ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വീടാണ് ഇവിടെ ഈ ഒരു റേറ്റിൽ ആസ്ക് ചെയ്യുന്നത്. 85 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ ഞങ്ങളെ വിളിക്കാൻ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്താനും നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ നമ്പർ മുകളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.